നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഡിസംബർ 18-ന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മാർത്തോമ ജുബിലി മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന നവകേരള സദസ്സിനെ വരവേൽക്കുന്ന തിടുക്കത്തിലാണ് കൊട്ടാരക്കര നഗരസഭയിലെ ജനങ്ങൾ. നാളത്തെ ഒരു രാത്രിയുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ ജനങ്ങളെ കാണുവാനും പരാതികൾ കേൾക്കുവാനും പരാതികളിൽ പരിഹാരം തീർപ്പാക്കാനും അവർ വരുന്നു. നവകേരള സദസ്സുമായി നമുക്ക് കാത്തിരുന്നു കാണാം. ഞാൻ ജോൺസൺ, നവകേരള സദസ്സിൻ്റെ കൊട്ടാരക്കര നിയോജക മണ്ഡലം സ്വാഗത സംഘത്തിൻ്റെ വൈസ് ചെയർമാനാണ്. കഴിഞ്ഞ 2 മാസക്കാലമായി കൊട്ടാരക്കരയിലെ മുഴുവൻ ആളുകളും, കൊട്ടാരക്കരയിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളുടെയും നിരന്തരമായ പരിശ്രമം മൂലം ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏറ്റവും ഫലപ്രദവും ഏറ്റവും ആവേശകരവുമായ സ്വീകരണം നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ വലിയ ഒരുക്കങ്ങൾ നടങ്ങിയിട്ടുള്ളത്. ഈ വരുന്ന 17-ാം തീയതി വൈകുന്നേരത്ത് കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സിൽ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള 20 മന്ത്രിമാരും പ്രവേശിക്കും. ഏനാത്ത് നിന്നാണ് അതിൻ്റെ പ്രവേശന കവാടം. അവിടെ വലിയ സ്വീകരണമൊന്നും ഒരുക്കിയില്ലെങ്കിൽ പോലും മന്ത്രിസഭ മുഴുവനായി എത്തുന്നതിൻ്റെ സാഹചര്യത്തിൽ നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടാനിടയുണ്ട്. അതിനുശേഷം കൊട്ടാരക്കരയിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന താമസ സ്ഥലങ്ങളിലേക്ക് മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പോവുകയാണ് ചെയ്യുന്നത്. 18-ാം തീയതി രാവിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ജൂബിലി മന്ദിരം ഹാളിൽ വെച്ച് തന്നെയാണ് പ്രഭാത സദസ്സ് ഉൾപ്പെടെ നടക്കുന്നത്. 4 മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സാമൂഹ്യ പരിച്ഛേദത്തിൽപ്പെട്ട ആളുകൾ രാവിലെ 8:30 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരുകയും 9 മണിക്ക് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടങ്ങുന്ന ആ സദസ്സിൽ അവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുകയും കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെതടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വികസന സ്വപ്നങ്ങളെ സംബന്ധിച്ചും ശരിയായ ഒരു ചർച്ച നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ആ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. കശുവണ്ടി തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, അതേപോലെ തന്നെ വ്യവസായ പ്രമുഖർ, സാമുദായിക മേലധ്യക്ഷന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ജനപ്രതിനിധികൾ അടങ്ങി മിക്കവാറും എല്ലാ മേഖലയിലുമുള്ള ആളുകൾ കൃത്യമായി അതിൽ പങ്കെടുക്കുകയും അവരുടെ വികസന കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി സംവദിക്കുകയും മുഖ്യമന്ത്രി വരുന്ന 20 വർഷക്കാലത്തേക്ക് നമ്മുടെ കേരളം എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന സ്വപ്നങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഏറ്റവും ഫലപ്രദവും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ ചടങ്ങാണ് അന്ന് രാവിലെ 18-ാം തീയതി രാവിലെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രചരണ പരിപാടികൾ കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിലുടനീളം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിൽ വലിയ ഘോഷയാത്രകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നൃത്തസന്ധ്യകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷനെ പോലെയുള്ള ബൗദ്ധികമായിട്ടുള്ള വ്യായാമങ്ങളും മറ്റുമെല്ലാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഏറ്റവും വലിയ ഒരു വിളംബര ജാഥ കഴിഞ്ഞ ദിവസം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഒരു മുഖ്യ സംഘാടകനായിക്കൊണ്ടാണ് കൊട്ടാരക്കരയിൽ ഏറ്റവും വലിയ ഒരു വിളംബര ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. വിവിധതരം കലാരൂപങ്ങളും വിവിധ രീതിയിലുള്ള പരിപാടികളുമെല്ലാം വെച്ചുകൊണ്ടാണ് ആ വലിയ വിളംബര ജാഥ നടന്നത്. അതിന് തൊട്ട് തലേ ദിവസമാണ് ഒരു വരയരങ്ങ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഓരോ സമയങ്ങളിലും ഓരോ പഞ്ചായത്തുകളിലും വ്യത്യസ്തമായ പരിപാടികൾ നടന്നു വരികയാണ്. നാളെ തന്നെ ചില പഞ്ചായത്തുകളിൽ മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ പ്രചരണാർത്ഥം നടത്താൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിൻ്റെ 8 തദ്ദേശ സ്ഥാപനങ്ങളിലായി നടന്നു വരികയാണ്. പ്രചരണങ്ങൾ വളരെ ഫലപ്രദമായി മുന്നേറിയിട്ടുണ്ട്. കൊട്ടാരക്കര പട്ടണം ഉൾപ്പെടെ ഒരു ഉത്സവ ലഹരിയിലേക്ക് മാറുകയാണ്. കൊട്ടാരക്കര പട്ടണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളടക്കം എല്ലാ സ്ഥാപനങ്ങളുടെയും വലിയ പ്രാതിനിധ്യമാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചത് ഒരു 10,000 ആളുകൾ വരും എന്നാണ്. എന്നാൽ ഈ വിശാലമായ മൈതാനം ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. 20,000-ഓളം ആളുകളെയാണ് ഞങ്ങൾ നാളെ 18-ാം തീയതി ഈ സദസ്സിലേക്ക് ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് വളരെ വിശാലമായ പന്തലുകൾ ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ അന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ ആളുകൾക്ക് നിവേദനം നൽകാൻ വേണ്ടി പ്രത്യേകമായ സ്ഥലങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് IPC ബ്രദറൻ ഹാളിൻ്റെ തൊട്ടുമുമ്പിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന 6,000-ഓളം സ്ക്വയർ ഫീറ്റ് നീളത്തിലുള്ള പന്തലിലാണ് 21 കൗണ്ടറുകൾ തുറക്കുന്നത്. ആ കൗണ്ടറുകളിൽ ഓരോന്നിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുകയും കൃത്യമായി 7 കൗണ്ടറുകൾ, അതിൽ വനിതകൾക്കും വികലാംഗർക്കും അതേപോലെ തന്നെ പ്രായമായിട്ടുള്ളവർക്കുമെല്ലാം പ്രത്യേകം കൗണ്ടറുകളാണ് അവിടെ സജ്ജീകരിക്കുന്നത്. അങ്ങനെ 3 മണിക്കൂർ മുമ്പ് തന്നെ
മുഖ്യമന്ത്രി എത്തുന്നതിന് 3 മണിക്കൂർ മുമ്പ് തന്നെ ഈ നിവേദനങ്ങളെല്ലാം സ്വീകരിക്കുകയും ആ നിവേദനങ്ങൾ കൃത്യമായ രീതിയിൽ അത് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ വളരെ നിരന്തരമായ വലിയ പരിശ്രമത്തിലാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വോളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഗൗരവമായി ആലോചിച്ചിട്ടുണ്ട്. 18-ാം തീയതി 12,000-ലധികം ആളുകൾക്ക് അത്യാവശ്യം ലഘുഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടി ഞങ്ങൾ നടക്കുന്നുണ്ട്. ആവശ്യമായ കുടിവെള്ളം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നൽകി ഇവിടെ വളരെ ഫലപ്രദമായി ആ പരിപാടി നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബഹിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്കടക്കം വലിയ തിരിച്ചടിയായിക്കൊണ്ട് ബഹിഷ്കരണവാദികളുടെ എല്ലാം ആളുകൾ ഈ ഇതുമായി സഹകരിക്കാൻ, അത് പല രീതിയിലും സഹകരിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ബഹിഷ്കരണവാദികളെല്ലാം ആകെ നാണം കെട്ട് വശായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ രീതിയിൽ കൊട്ടാരക്കരയെ ഒരു ചരിത്ര സംഭവമാക്കാൻ ഈ നവകേരള സദസ്സിൻ്റെ ദിവസം ഒരുങ്ങുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം ഇത് 24,000 അടി വിസ്തീർണമുള്ള പന്തലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം 10 പഗോഡയിൽ ചേർത്ത് 4,000 സ്ക്വയർ ഫീറ്റ് കൂടി ചെയ്യും. ഇതിനോടൊപ്പം 6,000 സ്ക്വയർ ഫീറ്റുള്ളൊരു പന്തൽ കൂടിയാണ് അപ്പോൾ തയ്യാറായി വരുന്നത്. ഇവിടെ പന്തലിൻ്റെ മേച്ചിലുകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ധ്യാനിപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റേജ് ഇന്ന് രാത്രിയോടുകൂടി പൂർത്തീകരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബാക്കി സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം വളരെ അലർട്ട് ചെയ്ത് ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാളെ കസേരകളെല്ലാം നിരത്തുന്നതോടുകൂടി ഇവിടുത്തെ പണികൾ ഏകദേശം പൂർത്തീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നാളെ കൊണ്ട് നിരത്താൻ പോകുന്നത് 7,500 കസേരകളാണ്. ഇതിൻ്റെ പുറത്തേക്ക് 2,500 കസേരകൾ കൂടി ഇടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ പന്തലിൻ്റെ പ്രവർത്തനം ഏതാണ്ട് 80% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി മിക്കവാറും ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രിക്കൽ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കുറച്ചധികമുണ്ട്. അതിൻ്റെ സൗണ്ട് എഞ്ചിനീയറെല്ലാം വന്നതിന് ശേഷം മാത്രമേ സൗണ്ട് സിസ്റ്റം പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യാനാകൂ. മാത്രമല്ല 18-ാം തീയതി ഒരു പ്രധാനപ്പെട്ട പരിപാടി ചാലക്കുടി നമ്മുടെ ഒരു വലിയ നാടൻ പാട്ടിൻ്റെ പരിപാടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സൗണ്ട് സിസ്റ്റം എല്ലാം അറേഞ്ച് ചെയ്തതായിട്ടുണ്ട്. അവൻ്റെ സൗണ്ട് എഞ്ചിനീയർമാരെല്ലാം വന്ന് അത് പൂർത്തീകരിക്കപ്പെടും, ഉടൻ തന്നെ പൂർത്തീകരിക്കപ്പെടും.